ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇനർ വ്ലോഗ്സ്. അങ്ങനെയൊക്കെയാ അങ്ങനെ ആക്കി എനിക്കറിയില്ലേ ഗൈസ്. എന്റെ ചാനലിന്റെ നെയിം ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഒരു ചേഞ്ചിന് വേണ്ടി ചേഞ്ച് ആക്കി. നിന്നോട് ഞാൻ ചാനലല്ല, ഇൻസ്റ്റാ പേജ് ജസ്റ്റ് പേരൊന്ന് അപ്ഡേറ്റ് ചെയ്യും. പിന്നെ സോ ഇതാ ചെല്ലേ. അപ്പൊ ഗൈസ്, അപ്പൊ ഞമ്മ അടുക്ക് പോന്ന പൊന്മുടി പോവാന് ജസ്റ്റ് പ്ലാൻ ആക്കിയിട്ടുണ്ടായി. പക്ഷെ ലേസിന് പനി ഇപ്പൊ കുറച്ച് ഓക്കെ, ഇപ്പൊ നമുക്ക് കഴിയുന്നില്ല. പക്ഷെ എന്തെങ്കിലും മാറ്റി വെച്ചെങ്കിൽ പിന്നെ നമുക്ക് പോവാനേ കഴിയില്ല. പനി കൊടുത്ത അതിന്റെ മെയിൻ ക്രെഡിറ്റ് അപ്പൻ തന്നെ എല്ലാവർക്കും തന്നു. നമുക്ക് തന്നെ ഫസ്റ്റ് കിടാനോടത്തി. അപ്പൊ ഗൈസ്, ഞമ്മ പൊന്മുടി പോന്ന് എന്നെ നമ്മ നാട്ടിൽ പോന്നു. ട്രിവാൻഡ്രം ടു കാസർഗോഡ് പോന്നു. സോ ഞമ്മ വിചാരിച്ച എന്ത് അടുക്ക ജസ്റ്റ് 2 ദിവസം പോയിട്ട് വരാൻ വിചാരിച്ച്. അപ്പോ ഇന്ന് പൊന്മുടി പോകാനാണ് പ്ലാൻ ആക്കിയത്. എന്താവും അറിയില്ല, പക്ഷെ ഭയങ്കര ഹാപ്പി എല്ലാം നിരിച്ച പോലെ നടന്ന്. അപ്പൊ നമ്മ പോവാല്ലേ, പോയിട്ട് കുറച്ച് ക്ലിപ്സ് എല്ലാം എടുക്കാം. ലേജ് ഫസ്റ്റ് കാർക്ക് കയറ്റുമ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റിലെല്ലാം ഉണ്ടായി. ഇപ്പൊ പിന്നെ കുറച്ച് ടയർഡായി, കുറച്ച് ഉറങ്ങി എണിച്ച് ഫീഡാക്കി നമ്മ ചൊറിച്ച് ഓനെ ഫീഡാക്കി. അപ്പൊ ഗൈസ്, നമുക്ക് പോവാം. ക്യാമറ ഓൺ ആക്കി ഫുൾ ആറ്റിട്ടുണ്ടായിരിക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മ പൊന്മുടി പോകുമ്പോ തന്നെ നല്ല ഉച്ചയായിട്ടുണ്ട്. സോ ഞമ്മ വിചാരിച്ച അവിടെ ബീച്ചിട്ട് പോവാന്ന്. അങ്ങനെ ഒരു ഹോട്ടലൊക്കെ കയറി. അടുത്ത ഫുഡെല്ലാം ഭയങ്കര ടേസ്റ്റ് ഉണ്ടായി, നല്ല അഫോർഡബിൾ ആയിട്ടുണ്ടായി. അങ്ങനെ നമ്മ ഒരു മീൽസ് കഴിക്കാൻ വിചാരിച്ചു. അപ്പൊ 2 മീൽസ് എടുത്തിട്ട് പിന്നെ ഫിഷ് ഫ്രൈയും എടുത്തിന്. നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായി. ഈ ഹോട്ടലിന്റെ പേരെല്ലാം നമുക്ക് മറന്നു. അങ്ങനെ അടുക്ക് പോയിട്ട് കുറച്ച് നേരം ഇരുന്ന് ലേസ് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ വയലന്റ് ആവാൻ കഴിഞ്ഞ്. അപ്പോൾ ലേസിനെ കുറച്ച് നേരം കളിപ്പിച്ച്. അപ്പോൾ നമുക്ക് ഒന്നിച്ചിട്ട് ഇപ്പൊ ഫുഡാക്കാൻ കഴിയുന്നില്ല. അതിനോണ്ട് തന്നെ ഫസ്റ്റ് ഞാൻ ഫുഡാക്കി, എന്നിട്ടാണ് അപ്പു ഫുഡാക്കിയത്. അപ്പൊ ഇതാ എൻ്റെ ഇല ഇങ്ങനെ ഉണ്ടായി, നല്ല ടേസ്റ്റ് ഉണ്ടായി. അല്ലെങ്കിൽ അത്ര നല്ല ടേസ്റ്റ് ഉണ്ടായി. ഇപ്പൊ നോമ്പിൽ ഞാൻ ഈ വീഡിയോ ഇടുന്നുള്ളത്. ഇപ്പൊ ഞാൻ ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ കാസർഗോഡ് ഉപ്പളാണ് ഉള്ളത്. ഇപ്പൊ മെയിൻ ആയിട്ടില്ല, എനിക്ക് പ്രോപ്പർ ആയിട്ട് വീഡിയോ എടുക്കാനും കഴിയുന്നില്ല, അപ്ലോഡ് ആക്കാൻ കഴിയുന്നില്ല. അതാണ് ഇപ്പത്തെ എന്റെ അവസ്ഥ. അപ്പൊ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് എന്നല്ല ഈ പൊന്മുടി. ഞങ്ങൾക്ക് പോകുമ്പോ തന്നെ ഇല്ലേ, ലോങ് തന്നെ ഇങ്ങനെ കാണുമ്പോ ഈ മല കുന്നെല്ലാം കാണുമ്പോ ഭയങ്കര എന്തോ ഒരു മജ ആയിക്കോണുണ്ടായി. അവിടേക്ക് എത്തോടത്തോളം ഒരു എന്താ ക്യൂരിയോസിറ്റി ആയിക്കോണുണ്ടായി. എങ്ങനെ ഉണ്ടാവും ചെലുത്തി ലോങ് തന്നെ ഇല്ലേ, നല്ല ബ്യൂട്ടി ആയിട്ടുണ്ടായി പൊന്മുടി. സോ നമ്മ പോകുമ്പോ തന്നെ ഞങ്ങൾ ഇങ്ങനെ കാറിൽ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് പോയിന്. കറക്റ്റ് ടൈമിൽ നമുക്ക് കാറും കിട്ടി. ഇല്ലേ, ഞങ്ങൾക്ക് പ്രഗ്നൻസിൽ തന്നെ ഭയങ്കര ഇഷ്ടമായി കരിമ്പിൻ ജ്യൂസ്. അപ്പൊ ആടെ കണ്ടപ്പോ ഞാൻ നിപ്പിക്കാനല്ലേ, പക്ഷെ അപ്പം തന്നെ റേറ്റ് ഒന്നും ചോദിക്കാത്ത എടുത്തത്. അങ്ങനെ കൊണ്ട് 40 50 എന്തോ ഇങ്ങനെ ഒരു ചെറിയ ഗ്ലാസ്സിലുള്ള കരിമ്പിൻ ജ്യൂസ്ക്ക് അത്ര ഒന്നുമില്ല, ജസ്റ്റ് 20-25 ആടായെങ്കിൽ അത്ര തന്നെ ഉള്ളത്. പക്ഷെ ഇവിടെ ഭയങ്കര റേറ്റ് എടുത്തിനിന്ന്. അങ്ങനെയല്ല, കൊടുക്കുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ എല്ലായിടത്തും നോർമൽ റേറ്റ് എടുക്കുമ്പോൾ നമ്മ റേറ്റ് ചോദിക്കാതെ എടുക്കുമ്പോഴല്ലേ ഭയങ്കര റേറ്റ് എടുത്തിന്. അതിനോട് ഞാൻ അപ്പനോട് സൗണ്ട്. അപ്പൊ പിന്നെ ആടെ റേറ്റ് വയ്ക്കാലില്ല, അത് വേണം ഇത് വേണം ചോദിക്കുന്നത്. പിന്നെ അപ്പന് ട്രിവാൻഡ്രം തന്നെ ഒരു ഫാമിലിനെ പരിചയിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആൾക്കാർ ഓരോ നമുക്ക് വണ്ടി തന്നത്. അതിനെന്തൊക്കെ വേണം, പൊന്മുടി പോന്നെങ്കിൽ എടുത്തോ, വേണമെങ്കിൽ എത്ര ടേസ്റ്റ് വേണമെങ്കിൽ എടുത്തോന്നിട്ട് നമുക്ക് ഇങ്ങനെ തന്നത്. അപ്പൊ ഞമ്മ ഭയങ്കര ഹാപ്പി. ലാസ്റ്റ് ടൈമിൽ ഒന്നാമത് കിടാനും കഴിയുന്നില്ല. അപ്പൊ പോന്ന പ്ലാൻ എല്ലാം ഫ്ലോപ്പ് ആയി വിചാരിക്കുമ്പോൾ നമുക്ക് വണ്ടി തന്നോണ്ടില്ലേ നമ്മ പോയിട്ട് വന്ന്. അതിൽ ഓർക്കാണ് താങ്ക്സ് എല്ലാനുള്ളത്. പിന്നെ നമുക്ക് 2 വീലറിലെല്ലാം പോകുമ്പോഴേ കൂടുതൽ കാറ്റടിച്ചിട്ട് ആരെ കുഞ്ഞിന് കയ്യെത്താവുന്നിട്ട് അങ്ങനെ പ്ലാൻ എല്ലാം ഒരിക്കൽ ക്യാൻസൽ ആയിട്ടുണ്ടേ. പക്ഷെ ലാസ്റ്റ് ടൈം എല്ലാം ഓക്കെ ആയി. നമ്മ ഉച്ചാകുമ്പോഴല്ലേ കഴിഞ്ഞത്, അടുക്ക് എത്തുമ്പോൾ ഈവനിങ് കഴിഞ്ഞ്. അപ്പൊ ഈവനിങ് തന്നെ നല്ല വ്യൂ, നല്ല അത്യാവശ്യം തണുപ്പെല്ലാം ഉണ്ടായി. എന്നിട്ട് തന്നെ എല്ലാവരും പറഞ്ഞു നിങ്ങൾ മോർണിംഗ് പോകാത്തത്, അപ്പല്ല നല്ല ക്ലൈമറ്റും കാര്യങ്ങളെല്ലാം. ഇതന്നെ നമുക്ക് തണുപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. ബിക്കോസ് നമുക്ക് ഒന്നാമത് കഴിയുന്നില്ല, എല്ലാത്തിൻ്റെ ജലദോഷം എല്ലാം ഉണ്ടായി. പിന്നെ നമുക്ക് ലേസിന്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായി, അല്ലെങ്കിൽ എന്നെ കുഞ്ഞിക്ക് കഴിയുന്നില്ല. അപ്പൊ ആടെ തണുപ്പും കൊണ്ടിട്ട് എന്താവുന്നില്ല. അങ്ങനെ ആടെ പോയിട്ടില്ലേ കുറച്ചു നേരം നല്ല ആസ്വദിച്ചിട്ടെല്ലാം ഉണ്ടായി. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടില്ലേ ലേസ് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ തല ചരിക്കുന്നുണ്ടായി. അപ്പൊ നമുക്ക് നല്ല പേടിയായി. സമോന്റെ ചോട്ടില് കാറ്റ് വന്നിട്ടില്ലേ, എനിക്ക് ഇതായി. അപ്പൊ ഞമ്മ ഫസ്റ്റ് അല്ലേ അങ്ങനെ കാണുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടാള് കുറച്ച് പാനിക്കായി. പിന്നെ ഞമ്മ വിചാരിച്ച് കുറച്ചും കൂടി കേറണ്ട, മീത്ത് മലെല്ലാം ഉണ്ടായി.
കുറച്ച് കേറണ്ട എന്തായാലും ബാക്ക് ലേറ്റ് ആവും അല്ലേ. അപ്പൊ നമ്മ വ്യൂ ആടെ നിൽക്കാൻ നോക്കി. മാക്സിമം അവിടെ നല്ല വ്യൂ ഇതെല്ലാം ഞമ്മ ആസ്വദിച്ചിന്. എന്നിട്ടാണ് ഞമ്മ വെക്ക റിട്ടേൺ വന്നത്. ഞമ്മ എവിടേക്കെത്തുമ്പോൾ നൈറ്റ് ആയിന്. പിന്നെ നൈറ്റ് ഫുഡ് എല്ലാം ആക്കിയിട്ടാണ് റൂമിക്ക് വന്നത്. അപ്പൊ എന്തായെങ്കിലും ഇല്ലേ പൊന്മുടി ട്രിവാൻഡ്രത്ത് ഉള്ളവരെങ്കില് അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആടക്ക് പോയി എന്താ മിസ് ആയിക്കോണ്ട. അത്ര നല്ല പ്ലേസ്. നമുക്ക് ഭയങ്കര ലൈക്കായിന്. ഇത് കാണുമ്പോയില്ലേ ഞമ്മ വിചാരിക്കുന്നത് ഈനെങ്കാട്ടി കുറേ നല്ല നല്ല പ്ലേസ് ഇല്ലേ. അപ്പൊ ഇതെല്ലാം ഞമ്മ കാണാത്ത നല്ല മിസ്സാവല്ലേ ഞമ്മക്ക്. അപ്പൊ ഇങ്ങനത്തെ എല്ലാം കൊറേ പ്ലേസ്ക്ക് പോകണമെന്നല്ല ഞാൻ വിചാരിച്ചോണ്ടാണ് ഞാൻ അപ്പനോട് അങ്ങനെ അലിക്കോണ്ടാണ് നമുക്ക് ഇങ്ങനെ കൊറേ ലോങ് ഇങ്ങനെ പോണോ ഒന്നിച്ച് പോണോ നേരിട്ടെല്ലാം. ലേസ് പിന്നെ കുറച്ചു നേരം ഉറങ്ങിയിട്ടെല്ലാം ഉണ്ടായി. അങ്ങനെ പോകുമ്പോ നല്ല വെയിലും കാര്യങ്ങളെല്ലാം ഉണ്ടായി. പിന്നെ ആടുന്ന് ഇങ്ങനെ ടേണാവില്ലേ പൈനാപ്പിള് അങ്ങനത്തെ ഇങ്ങനത്തെ ഉപ്പിലിട്ടതെല്ലാം ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പനോട് അനക്ക് പൈനാപ്പിൾ വേണം. അങ്ങനെ അപ്പം വാങ്ങിട്ട് വന്ന് അങ്ങനെ അവിടേക്ക് എത്തി. എന്തോ ഒരു മജന്ത സ്പോട്ട്. പിന്നെ ഓരോരോ സ്പോട്ട് കാണുമ്പോല്ലേ ഞാൻ ആടാടെ നിപ്പിച്ചോണ്ടേ നിർത്തിയിട്ടാണ് ഞമ്മ പോയത്. അത്ര നല്ല മജന്ത പ്ലേസ്. ഈ വീഡിയോയിൽ എത്ര നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾക്ക് അറിയാലോ. നേരിട്ട് ഞങ്ങൾക്ക് നേരെ ചെല്ലുന്ന നല്ല ലൈക്കായ പ്ലേസ് ആണ് പൊന്മുടി. അങ്ങനെ ആടെയില്ലേ ചെറിയ ചെറിയ ഇങ്ങനെ ഷോപ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായി. അപ്പൊ ഞാൻ വിചാരിച്ച ഒരു ചായ കുടിച്ചിട്ട് പോവാ. ഈ ക്ലൈമറ്റിന് ചായ കുടിച്ചാൽ നല്ല മജ ആവണം. നമുക്ക് അല്ലെങ്കിൽ ഈവനിങ് എന്തെങ്കിലും ചായ മസ്റ്റായിട്ട് വേണം. അപ്പൊ ഞാൻ ആടെ നിർത്തിയപ്പോ എന്തൊരു വ്യൂ അറിഞ്ഞ ഒരു സൂര്യനിൽ ഇങ്ങനെ ആ മേഘത്തിൽ ഇങ്ങനെ ഒളിഞ്ഞിട്ടില്ല അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഇങ്ങനെ അടിച്ചോണ്ടുണ്ടായി ആ സണ്ണിന്റെ. ഒക്കെ ഭയങ്കര ലൈക്കായിന്. അങ്ങനെ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്താടുന്ന്. പിന്നെ ലേസിനെയും കുറച്ച് നേരം കളിപ്പിച്ച് അവിടെ തന്നെ നിന്നിട്ട് ലേസ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായി പുറത്തെല്ലാം ഇങ്ങനെ ആസ്വദിച്ചോണ്ടുണ്ടായി. ഞാനും ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ ആടുന്ന് ചായ എല്ലാം കുടിച്ചിട്ട് ഞമ്മ മെല്ലെ വിട്ടു. ഇടയ്ക്ക് പോയിട്ട് 3 months ആയെങ്കില്ല ഞമ്മ ഇങ്ങനെ ലോങ് ഡേ ആയിട്ട് ഒരാൾക്ക് പോയിട്ടില്ല. നൈറ്റാണ് പിന്നെ നൈറ്റ് റൈഡെല്ലാം പോയത്. അതന്നെ അപ്പൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് പാപ്പു നമ്മളെ കൊണ്ടുപോകുന്ന എന്താ ഞമ്മ റൂമിൽ തന്നെ ഇരിക്കുന്നല്ലേട്ട്. ഞാൻ പിന്നെ അപ്പില്ലാത്തത് കൊണ്ട് ഓളെ റൂമിലേക്ക് പോയിക്കൊണ്ടേ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നാട്. അങ്ങനെ ഓളെ റൂമിലേക്ക് പോയി. പിന്നെ ആടുന്ന് ഞമ്മ ഫസ്റ്റ് എല്ലാം ഇങ്ങനെ പുറത്തെല്ലാം പോയിക്കൊണ്ടേ പിന്നെ റൂമിൽ തന്നെ ജസ്റ്റ് ഇങ്ങനെ വേണ്ടിയിട്ടെല്ലാം നമ്മ കുറച്ച് സമാധാനം ആയിക്കൊണ്ടുണ്ടായി. പിന്നെ ഓളെ ഹസ്ബൻഡിന്റെ ഡ്യൂട്ടി ഷിഫ്റ്റ് ആയക്കൊണ്ട് പിന്നെ ഞാൻ എൻ്റെ റൂമിൽ തന്നെ ബാക്കിയായി. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടെ അപ്പനോട് എന്തെങ്കിലും പൊന്മുടി പോകണോ നാട്ടിലേക്ക് പോന്നിട്ട് പിന്നെ ഇടയ്ക്ക് വന്നിട്ട് എന്താ ഞാൻ റൂമിലിരിക്കാനാ വന്നിനല്ല അപ്പനോട് തല്ലയിക്കോണ്ടുണ്ടായി. അങ്ങനെ ഫൈനലി നമ്മ ഇങ്ങനെ പോയി പൊന്മുടിക്ക്. പക്ഷെ പോയാലേ ഞങ്ങൾക്ക് എന്തായെങ്കിലും ഇല്ല വേർത്തായിട്ട് തോന്നിന്. അത്ര നല്ല വ്യൂ. ഈ നേച്ചറെല്ലാം ഭയങ്കര ആസ്വദിക്കുന്നവർക്കല്ലേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പൊന്മുടി. നമ്മളവിടെ നാട്ടിലുണ്ട് കാസർഗോഡ് നമ്മളെ ഒരു ചെറിയൊരു ഇതുണ്ട് പോസിറ്റീവ് കമ്പാലിറ്റി മാർക്കും പോയിന്. പക്ഷെ ഇതും അങ്ങനെ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിന്. ഞാനില്ലേ ഓരോ കോപ്രയും കാണിച്ചിട്ടാണ് ലേസിനെ ചിരിപ്പിച്ചുകൊണ്ടുള്ളത്. ആ സൗണ്ട് എല്ലാം ആക്കിയിട്ട് അങ്ങനെ അമ്മയില്ലേ ഫൈനലി അടുക്കെത്തി. അവിടെ നിന്ന് കീഞ്ഞിട്ടാ ലേസ് പോയത് നോക്കി. മാഷാഅല്ലാഹ് അവിടെ പോയിട്ട് ലേസ് നല്ല ചിരിച്ചോണ്ടും ഇല പൊട്ടിച്ചോണ്ടും ഇതാണ് മെയിൻ ഹോബി അവൻ്റെത്. അപ്പൊ ഞാൻ അവിടേക്ക് പോയിട്ടില്ല. ഫുള്ള് കവറായിട്ട് ഒരു ഡ്രസ്സ് ഇടാനെല്ലാം പ്ലാൻ ആക്കിയത് അങ്ങനെയെല്ലാം കൊണ്ടുപോയിട്ടുണ്ടേ. പക്ഷെ ഒരു ക്യാപ്പ് ഇടാൻ വിട്ടിട്ടാന്ന് ഭയങ്കര കരച്ചിലാണ് കാരണം ഗെയിം തന്നെ. അങ്ങനെ ഞാൻ പിന്നെ ആ ഡ്രസ്സും ഇട്ടിട്ട. അപ്പൊ ഗൈസ് എന്റെ സ്റ്റോറേജ് ഫുൾ ആയിട്ടുണ്ട്. സോ വ്ലോഗ് ഇപ്പൊ ഇത്ര തന്നെ എടുക്കാൻ പറ്റും തോന്നുന്നു അല്ല. അപ്പൊ അപ്പൊ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.